ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ രാവിലത്തെ ചായക്കൊട്ടൽ ഉണ്ടാക്കുക, ഉച്ചക്കത്തെ കറികൾ ഉണ്ടാക്കുക, കറീൻ്റെ ഒന്നുമല്ല, ഈ രാവിലത്തെ ചായക്കൊട്ടൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്കൊരു തലവേദന പിടിച്ചൊരു കാര്യമാണ്. ഈ പറയുന്ന പോലെ വീട്ടിൽ നമുക്ക് ഈ കുപ്പിയിൽ നിന്ന് വരുന്ന ഭൂതം പോലെ പണി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. എന്നാ തീർത്തെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പം ഞാനിത് ഇന്നത്തെ രാവിലത്തെ ചായൻ്റെ കടിയാക്കാൻ നോക്കുന്ന ചെറിയ കുഞ്ഞി അരി, സാദാ അരിപ്പൊടി പച്ചവെള്ളത്തിൽ കുഴച്ച് ഉപ്പും ചേർത്ത് കുഴച്ച് എന്നിട്ട് കുഞ്ഞി ഇതാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആവീൻ്റെ മുകളിലല്ല വെക്കുന്നത്, വെള്ളത്തിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ട് ഈ കുഴക്കട്ടേൻ്റെ അകത്ത് ചമ്മന്തി അരച്ചിട്ട് അരക്കല്ല, പൊടിച്ചമ്മന്തി ആക്കിയിട്ട് അത് വറവിലിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ കുഴക്കട്ട ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അല്ലാണ്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ദിവസം ഒന്നേന്നെ ആക്കുമ്പോൾ മടുപ്പ് വരും. പിട്ട് ഇത് പിന്നെ കുഴക്കട്ട ഇങ്ങനെയെല്ലാം ആക്കുമ്പോൾ എല്ലാം ഒരു മടുത്തം വരില്ലേ. ഒരു വെറൈറ്റി എന്തെങ്കിലും ആക്കട്ടെ വെച്ചിട്ട് ഇത് നമുക്ക് വല്ലാത്തൊരവസ്ഥയായത്. രാവിലെ എന്തുണ്ടാക്കും? ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് പാത്രമെല്ലാം ഒന്ന് കഴുകി വെക്കുമ്പോൾ ഉച്ചയ്ക്ക് എത്തുന്നാന്ന് നോക്കണം. അപ്പം ഞാൻ ഇതെന്തായാലും ഒന്ന് ആക്കിയെടുക്കട്ടെ. ഈ വെള്ളം നല്ലോണം ഇങ്ങനെ എൻ്റെ ചായപാത്രത്തിലാണ് ഞാൻ വെച്ചത്. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതങ്ങ് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഉരുട്ടിയിടുന്നത് വെള്ളത്തിലേക്ക് ഇതായിപ്പോവും. അതുകൊണ്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇടാവേ. ഇങ്ങനെ എല്ലാവരെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്, എല്ലാവരും ഇത് ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്, സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. പക്ഷേങ്കിൽ ഇന്ന് പറയണ്ടേ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കില്ല. ഞാനിത് ഇതിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം പായസം ഉണ്ടാക്കിന് കേട്ടോ. ഇതിങ്ങനെ കുഞ്ഞാക്കിയിട്ട് പാലിൻ്റെ അകത്ത് ആക്കി അടിപൊളിയായിട്ടൊരു പായസം വെച്ചതാണ്. എന്തോ ഉണ്ടപ്പായസം എന്നോ പിടിപ്പായസം. കുഴക്കട്ട നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഊറ്റിയെടുക്കാം. കുഴക്കട്ട വെന്ത് കഴിഞ്ഞാൽ എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മേലെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. വേഗം എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങതാവും. നമുക്കിത് വറവിലിടാം. ചീനച്ചട്ടി വെച്ച് കറിവേപ്പിലിട്ട് ഇനി നമുക്ക് കടുകിടാം. കടുക് പൊട്ടുമ്പോൾ എന്തിടാം? പൊടിച്ച് വെച്ച ചമ്മന്തി. ഇതിൽ ചുവന്ന മുളക് വേണം, അതെൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് പൊടിച്ച് വെച്ച ചമ്മന്തി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ വറവിൻ്റെ അകത്തേക്ക് ഒന്ന് കുറച്ച് കുറക്കുക. ചമ്മന്തി ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നിട്ട് നല്ലോണം ആ വറവ് ഇതായിട്ട് ആ ചമ്മന്തി ഒരു പച്ച ഇത് ചുയ പോലെ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളെ കോട്ടി ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അല്ല, എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ അടിപൊളി അല്ലെങ്കിൽ മിക്സാക്കാനാവുന്നില്ലെങ്കിൽ എന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ തള്ളിക്കൊടുക്കണം. എന്നാൽ ചമ്മന്തി എല്ലായിടെയും ആവും. എല്ലാ കുഴക്കട്ടൻ്റെ മേലെയും ചമ്മന്തി വന്നോളും. കാണുമ്പോൾ തന്നെ നല്ല രസമില്ല, കളർഫുൾ ഒരു ചായൻ്റെ കടിയായത്. കറിയും വേണ്ട, കറിക്ക് കറിയുമായി എല്ലാം ആവുകയും ചെയ്ത്. അപ്പോൾ ഇതാ നമ്മളെ കുഴക്കട്ട, കുഞ്ഞിക്കുഴക്കട്ട ചമ്മന്തിയിലിട്ടതായിട്ടുണ്ട്. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂട് കുഴക്കട്ട പ്ലേറ്റിലേക്ക്. ഏത് തിന്നാത്ത കുട്ടികളും ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ ഒന്ന് തിന്നാന്നുള്ളൊരിത് വരും. അപ്പോൾ മക്കൾക്കെല്ലാം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കും. സിമ്പിളായിട്ട് കഴിയുകയും ചെയ്യും. നമുക്ക് വലിയൊരു സാധനങ്ങളൊന്നും തേങ്ങ ഉണ്ടെങ്കിൽ അതേ വേണ്ടു, വേറെ അത്ര വലിയൊരു സാധനമൊന്നും വേണ്ട താനും. അപ്പോൾ അടിപൊളി കുഴക്കട്ട റെഡി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.